ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കൊന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നോക്കാം. ലോക ഹൃദയ ദിനത്തിൽ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച CPR പരിശീലന പരിപാടി. ലോക ഹൃദയ ദിനത്തിൽ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച CPR പരിശീലന പരിപാടിയാണ് ഹൃദയപൂർവ്വം. ലോക ഹൃദയ ദിനം എന്നാണ് സെപ്റ്റംബർ 29. ഇന്ത്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിഷ്ണോയി സംഘത്തെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത്. ഇന്ത്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിഷ്ണോയി സംഘത്തെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് കാനഡ. 2025 സെപ്റ്റംബറിൽ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത്. 2025 സെപ്റ്റംബറിൽ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമുവാണ്. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. റണ്ണേഴ്സ് അപ്പ് പാകിസ്ഥാനാണ്. വേദി UAE ആണ്. മാൻ ഓഫ് ദി മാച്ച് തിലക് വർമ്മ മാൻ ഓഫ് ദി മാച്ചും മാൻ ഓഫ് ദി സീരീസ് അഭിഷേക് ശർമ്മയുമാണ്. അപ്പം മാൻ ഓഫ് ദി സീരീസ് ആരാണ്? അഭിഷേക് ശർമ്മയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സണായിട്ട് നിയമിതനായത് ജസ്റ്റിസ് PV ആശ. വനിതാ പ്രീമിയർ ലീഗ് WPL ക്രിക്കറ്റിൻ്റെ പ്രഥമ ചെയർമാനായി നിയമിതനായത് ആരാണ്? വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ പ്രഥമ ചെയർമാനായി നിയമിതനായത് ആരാണ്? ജയേഷ് ജോർജാണ് നിയമിതനായത്. ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദിയാകുന്ന ഇന്ത്യൻ നഗരം. ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഗുജറാത്തിലെ അഹമ്മദാബാദാണ്. ഭാഗ്യചിഹ്നം ജൽവീർ. ഭാഗ്യചിഹ്നം എന്താണ്? ജൽവീർ ആണ് ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. 2025 സെപ്റ്റംബറിൽ റംസാർ പട്ടികയിൽ ഇടം പിടിച്ച ബീഹാറിലെ തണ്ണീർത്തടങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ തണ്ണീർത്തടങ്ങളാണ് ബീഹാറിലെ റാംസർ പട്ടികയിൽ ഇടം പിടിച്ചത്? 1 ഗോകുൽ റിസർവോയറും 2 ഉദയ്പൂർ തടാകവുമാണ്. ഇന്ത്യയിലെ ആകെ റാംസർ സൈറ്റുകൾ 93. ഇന്ത്യയിൽ ആകെ 93 റാംസർ സൈറ്റുകളാണ് ഉള്ളത്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെതിരെ പ്രമേയം പാസാക്കിയ സംസ്ഥാനം. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെതിരെ പ്രമേയം പാസാക്കിയ സംസ്ഥാനം കേരളമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് 9 അക്ക തിരിച്ചറിയൽ നമ്പർ നൽകുന്ന സംസ്ഥാനമാണ് കേരളം. വേൾഡ് പാരാ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വ്യക്തിഗത കോമ്പൗണ്ട് ഇനത്തിൽ സ്വർണം നേടിയത് ആരാണ്? വേൾഡ് പാരാ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വ്യക്തിഗത കോമ്പൗണ്ട് ഇനത്തിൽ സ്വർണം നേടിയത് ആരാണ്? ശീതൾ ദേവി. യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ 13ാമത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ 13ാമത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഹിമാചൽ പ്രദേശിലുള്ള കോൾഡ് ഡെസേർട്ടാണ്. ഏതാണ്? ഹിമാചൽ പ്രദേശിലുള്ള കോൾഡ് ഡെസേർട്ടാണ് യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ 13ാമത്തെ ബയോസ്ഫിയർ റിസർവാണ് കോൾഡ് ഡെസേർട്ട്. താങ്ക് യു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.